ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഷോ ചെയ്യാൻ പോവാണ്. എന്താ ഫസ്റ്റ് ഞങ്ങൾ ബുക്സൊക്കെ പൊതിഞ്ഞില്ലേ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ അറിയാമോ, നെയിൽ സ്ലിപ്സ് ഒട്ടിക്കാം. അപ്പോൾ ഈ നെയിൽ സ്ലിപ്പ് ഞാൻ സേവ് ചെയ്തതാണ് യൂണിക്കോണിൻ്റെ. ഞാൻ കാണിച്ചു തരാം. ഇതാ, ഇത് ഞാൻ സേവ് ചെയ്തതാണ്. പിന്നെ ഇതായിരുന്നു എൻ്റെ എന്താ മോമി യെസ്റ്റർഡേ എന്താ പറയുക എനിക്ക് വാങ്ങിച്ച് തന്നത്. ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. 2 ഉണ്ട്. 1 ഇത് 2 ഇതാ. അപ്പോൾ ഇത് പിന്നെ ഈ നെയിൽ സ്ലിപ്സ് എത്ര 40 എണ്ണുണ്ട്. അപ്പോൾ നമുക്ക് 40 ബുക്സ് ഇല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഈ ബുക്ക് എടുക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കണേ ജസ്റ്റ് ഇവിടെ നെയിൽ സ്ലിപ്പ് വെക്കലല്ലേ, ഇത് അങ്ങനെയല്ല. ആദ്യം ഞങ്ങളുടെ ബുക്ക് എന്താ പറയുക നോക്കണം. അത് ഫസ്റ്റ് പേജാണ്. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് പേജ്. അപ്പോൾ ഇവിടെ ഒട്ടിക്കണം. അപ്പം നമുക്ക് ഒട്ടിക്കാം. ഈ നെയിൽ സ്ലിപ്പ് ഫസ്റ്റ് ഞങ്ങൾ ഈ നെയിൽ സ്ലിപ്പ് ഒട്ടിക്കാം. നമുക്ക് ഇതെടുക്കാം. ഇത് നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഇത് മെല്ലെ എടുക്കണേ, അല്ലെങ്കിൽ വർക്കാവില്ല. ഇത് മേലെ വെക്കണം. സെന്ററിൽ ഒട്ടിക്കാം. എപ്പോഴല്ല രസം? എവിടെ? ഇവിടെ. ഇവിടെ കുറച്ചും കൂടെ ഇവിടെ. എനിക്ക് അവിടെ അല്ല ഇഷ്ടം. എനിക്ക് മേലെ ഇവിടെ. നല്ല ക്യൂട്ടല്ലേ? ഓക്കെ. ഈ നെക്സ്റ്റ് ബുക്ക് ചെയ്താണ്. സൈഡാണ് ഈ സൈഡ്. ഓക്കെ, ഈ നെക്സ്റ്റ് ഡേ സ്ലിപ്പ് ചെയ്തെടുക്കാം. ഈ നെയിൽ സ്ലിപ്പ് എനിക്ക് നോക്കണം. ഇത് നല്ല ക്യൂട്ടാണ്. ഇത് സെയിമാണ്. ഞാൻ കൂടി ഇത് എടുക്കാം. ബിഗ് എടുക്കാട്ടോ. ബിഗ് സേവ് ചെയ്തത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. എനിക്ക് ഈ പീസ് സ്റ്റിക്കറാണ് നല്ല ക്യൂട്ട്. സെയിം നല്ല ക്യൂട്ടാണ്. ഇത് ഇവിടെ ഇവിടെ ചേട്ടാ നോക്ക്. സെക്കൻഡ് നോക്കിക്കോ. ഇനി നെക്സ്റ്റ് ഇത് കമ്പ്യൂട്ടർ. എല്ലാം യൂണിക്കോൺ അല്ലേ? എല്ലാം യൂണിക്കോൺ. നല്ല ബ്യൂട്ടിഫുള്ളാണ്. അപ്പൊ എനിക്ക് ഇതാണ്. ഇത് ഞാൻ ചൂസ് ചെയ്തത്. ഇതാണ് ഞാൻ എടുത്തത്. ഒട്ടിക്കാം. ഓക്കെ, ഓക്കെ. ബിഗ് നെയിൽ സ്ലിപ്പ് എടുത്തോ. ടെക്സ്റ്റ് ബുക്സിന് ബിഗ് ഭംഗി. ഓക്കെ, ബിഗ് നെയിൽ സ്ലിപ്സ് ഇതാ. അപ്പം എനിക്കിഷ്ടമായത് ഇതെനിക്ക് നല്ല ഇഷ്ടം. ഇത് നല്ല ബിഗാണ്. നേരെയാണോ? ഇത് ബാക്ക്. ഇവിടെ വെക്കാം.
ഇത് ബ്രൈറ്റ് പേൾസ് ആണ്. ഈ കേക്ക് സ്റ്റിക്കർ വാവ്. ക്യൂട്ടാ. ഇത് നല്ല പിക്ക്. ഇത് ബ്രൈറ്റ് പേൾസാ. ഇത് സംസ്റ്റാർ ആണ്. നമ്മളെ എടുക്കും കുറേ ഉണ്ട്. കുറച്ച് ചെറിയ ചിക്കൻ പറ്റുമോ? പിടിക്കും. എൻ്റെ ഉമ്മ ഉണ്ടാവും ഹെൽപ്പ് ചെയ്യാൻ. അതാണ് ഇത് നല്ല സ്റ്റിക്കിയാ. ഇത് ഓർഡർ ഇതെടുക്കാം. ഇതെടുക്കാം. പെർഫെക്റ്റ്. കുറേ ബുക്സ് ഉണ്ടല്ലേ. നമുക്ക് ബിഗ് സ്റ്റിക്കേഴ്സ് ഒക്കെ ടെക്സ്റ്റ് ബുക്സിൽ ഒട്ടിക്കാം. അത് കഴിയാനായില്ലേ? അതേതാ ടെക്സ്റ്റ്? ഇതാ അതിലൊട്ടിച്ചോ? മലയാളവും ഹിന്ദിയും അതെടുത്തു. ആദ്യം ഇതെടുക്കണ്ടേ? ഇത് മലയാളം. മലയാളം ഏതെടുക്കും? എനിക്ക് ഇതാ കറക്റ്റ്. ഇത് കളിപ്പാട്ടം. ഇതിന് നമുക്ക് ഇത് മാച്ചും. ചെടിയെടുത്ത് ഇത് ഹിന്ദി ടെക്സ്റ്റ് ബുക്ക്. ഇത് ഏതെടുക്കും? ഇത് നെക്സ്റ്റ് നോട്ട് ബുക്സ് ആണ്. ടെക്സ്റ്റ് ബുക്സ് ഏതോ ഒരു ടെക്സ്റ്റ് ബുക്കും കൂടെ ഉണ്ട് ഇടയിൽ. ഉണ്ടോ? ഇല്ല, അത് ടെക്സ്റ്റ് ബുക്ക് ആ വരുന്നത്. ഇതൊക്കെ ലോങ് ബുക്സ് ആണ്. ഇത് ലോങ് ബുക്ക്. ഇത് സ്റ്റിക്ക് ആവാത്ത പോലെ ഉണ്ട്. ഇത് എടുക്കണ്ട. ആ ഉമ്മി അങ്ങനെ ചെയ്തിട്ടാണ്. ഇത് എടുക്ക്. അത് നിൽക്കൂല. കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്ക് നോട്ട് ബുക്സ് ചെയ്യാം. നോട്ട് ബുക്സ് സ്മോൾ. അതെനിക്ക് ഇത് വേണം. സ്ലോലായി എടുക്കണം. ഇത് നല്ല സ്റ്റിക്കിയോ. ബാക്ക് നോക്കണം. ഇത് വേറെ നോക്കണം.
നോട്ട്ബുക്സ് എടുക്കും. സെക്കൻഡ് ഓക്കെ, ഇനി ഇതെടുക്കാം. ഒന്നിച്ചെടുത്താൽ ഞാൻ എടുക്കുന്നപ്പോ ഇത് പുറത്ത് നല്ല മഴയാണല്ലോ. ആ നല്ല മഴ. കറക്റ്റാ. ഞാൻ ചെരിഞ്ഞു പോയി. ചെരിഞ്ഞില്ലേ? ഒട്ടിക്കുമ്പോ സ്ട്രൈറ്റ് അല്ലേ നോക്കണം. ഓക്കെ, ഈ അമ്മ എന്താ അത് കുറച്ച് താഴ്ത്തി. ഇനി എഴുതിക്കോ ഒരു ബുക്കിൽ. ഇവിടെ നമുക്ക് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ അപ്പൊ ഈ നോട്ട്ബുക്ക് ഏതോ മാത്സ് ആയിരുന്നു. നോക്കട്ടെ, ഇതേതാ? മാത്സ്. ഓക്കെ, ഫസ്റ്റ് നെയിം എഴുതണം. കേഴ്സീവ് ആവില്ലേ? ഫസ്റ്റ് ബി. സോറി, ഫസ്റ്റ് എ. ഫസ്റ്റ് അല്ല, സെക്കൻഡ്. സെക്കൻഡ് ക്ലാസ്സിന്റെ സെക്കൻഡ് സെക്കൻഡ് എഴുതുക, ഡിവിഷനിൽ എ എഴുതുക. സെക്കൻഡ് എഴുതുക, ഡിവിഷനിൽ എഴുതുക. സബ്ജക്ട് മാത്സ്. മാത്സ് സ്പെല്ലിങ് MATHS. മാത്സ്. സ്കൂൾ ശ്രീ ഗോകുലം മതിയില്ലേ? ശ്രീ ഗോകുലം. ആ ഉണ്ട്. ശ്രീ ഗോകുലം. ഇവിടെ ഇവിടെ സ്ഥലം ഡൗണിലുണ്ട്. ക്യാപിറ്റൽ ജി. ഇതൊരു ക്യാപിറ്റൽ ജി ഒക്കെ. ശ്രീ ഗോകുലം. ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പേര് എഴുതിക്കും. ഓക്കെ, ആ ടെക്സ്റ്റ് ബുക്കിൽ പേര് ഒരു ക്യൂട്ടാണ്. അതാണ് എനിക്കിഷ്ടം. നല്ലത് മാറണ്ടേ? ആ ഇതിങ്ങനെ നല്ല ഇഷ്ടമായി. ബ്രൈറ്റ് പേൾസ്. ബ്രൈറ്റ് പേൾസ്. ഫസ്റ്റ് നെയിം വിഷയം. ഈ സബ്ജക്റ്റ് ബ്രൈറ്റ് പേൾസ്. ബ്രൈറ്റ് പേൾസ് ഇംഗ്ലീഷ് എഴുതിയാൽ മതി. അല്ല, ബ്രൈറ്റ് പേൾസ്. ബ്രൈറ്റ് പേൾസിന് എഴുതാൻ സ്ഥലം ഉണ്ടാവും. ചിലപ്പോൾ തൽക്കാലം ഇവിടെ എഴുതാലോ. ബ്രൈറ്റിന് എഴുതിയാൽ മതി. ഇവിടെ ബ്രൈറ്റ് ചെയ്തോ, ഇവിടെ പേൾസ് ചെയ്തോ. ബ്രൈറ്റ് മതി. BRIGHT. ആ പേൾസിന്റെ സ്ഥലം കുറച്ച്. GHT. PEARLS. ബ്രൈറ്റ് മതി. 2 എഴുതിക്കോ. സെമസ്റ്റർ ഇവിടെ ഇതല്ലോ. ഇവിടെ ഒരു വര ഇട്ടിട്ട് 2. വര 2. റൈറ്റ്. ഡിവിഷൻ 2. റോമൻ ലെറ്ററിൽ എഴുതാൻ അറിയോ? അങ്ങനെ 1 1 എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റാൻഡേർഡ് അങ്ങനെ എഴുതിക്കും. ഇവിടെ സെക്കൻഡ്, ഇവിടെ എ.
റോൾ നമ്പർ റോൾ നമ്പർ അറിയൂല. 22. അതെങ്ങനെയാ? എല്ലാ വർഷവും 22 ആവില്ല. ചിലപ്പോ ന്യൂ കുട്ടികൾ വന്നിട്ടുണ്ടെങ്കിലോ? 22 തന്നെയുണ്ട്. ഈ ഡിവിഷൻ മാറിയില്ലേ, അപ്പൊ ചിലപ്പോ റോൾ നമ്പർ മാറും. ന്യൂ സ്റ്റുഡൻസ് ഒക്കെ ജോയിൻ ചെയ്യും, അപ്പൊ റോൾ നമ്പർ ഒക്കെ ചിലപ്പോൾ മാറും. എല്ലാത്തിലും ഇനി റോൾ നമ്പർ എഴുതണ്ട. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. Okay guys, so thanks for watching my video. Bye. പിന്നെ comment ചെയ്യണേ.